തീത്തോസ് 1:15 ശുദ്ധിയുള്ളവർക്ക് എല്ലാം ശുദ്ധം തന്നെ. എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ല. അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനമായി തീർന്നിരിക്കുന്നു. ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് വിശുദ്ധി എന്നത് ബാഹ്യമായ പ്രവൃത്തികളെക്കുറിച്ചല്ല, മറിച്ച് ഹൃദയത്തിന്റെയും മനസ്സിന്റെയും അവസ്ഥയെക്കുറിച്ചാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെ ഒരു വ്യക്തി ശുദ്ധീകരിക്കപ്പെടുമ്പോൾ അവരുടെ കാഴ്ചപ്പാട് മാറുന്നു. അവരുടെ ആന്തരിക ജീവിതം രൂപാന്തരപ്പെട്ടതിനാൽ അവർ കാര്യങ്ങൾ ശരിയായി കാണാൻ തുടങ്ങുന്നു. മറുവശത്ത് പാപത്താലും അവിശ്വാസത്താലും മലിനമായ ഒരാൾ നല്ല കാര്യങ്ങൾ പോലും ദുഷിച്ച രീതിയിൽ കാണും. കാരണം അവരുടെ മനസ്സും മനസാക്ഷിയും പാപത്താൽ ബാധിക്കപ്പെടുന്നു. യഥാർത്ഥ പ്രശ്നം ബാഹ്യമായ പെരുമാറ്റം മാത്രമല്ല, ആന്തരികമായ പരിവർത്തനമാണെന്ന് ഇത് കാണിക്കുന്നു. ബൈബിൾ സ്ഥിരമായി പഠിപ്പിക്കുന്നതുപോലെ രക്ഷയും ശുദ്ധീകരണവും മനുഷ്യപ്രയത്നത്തിലൂടെയല്ല, യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തിലൂടെയാണ് വരുന്നത്. അതിനാൽ ഈ വാക്യത്തിന്റെ സന്ദേശം യഥാർത്ഥ വിശുദ്ധി ഉള്ളിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ദൈവത്തിനു മാത്രമേ ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ കഴിയൂ. അതവന്റെ സത്യത്തെ പ്രതിഫലിപ്പിക്കുന്ന ഒരു ജീവിതത്തിലേക്ക് നയിക്കുന്നു.